ആറ്റിറ്റ്യൂഡ് ഇട്ട് വെറുതെ നിൽക്കുകയാണ്. 7 മണിൻ്റെ ട്രെയിനാണ്, 4 മണിക്ക് തന്നെ വന്നാണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുക. ഏതായാലും വന്ന സ്ഥിതിക്ക് അങ്ങാടിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് പോയാൽ പിന്നെ നാട്ടിലെ ഫുഡ് കിട്ടില്ലല്ലോ. അപ്പം എന്താ ചിക്കനും പൊറോട്ടയൊക്കെ അടിച്ച് ആണ് തുടങ്ങാൻ നമ്മളെ യാത്ര. വണ്ടി കുറച്ച് വൈകൊണ്ടും നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വണ്ടി വന്നേക്കായി കയറിയിരുന്നു. ഏതായാലും സ്വാമിമാരാണ് കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വൃത്തിൻ്റെ കുഴപ്പത്തിൽ ഒരു പ്രശ്നമില്ല. നേരം വലത്തേക്ക് ഉണ്ണിപ്പതി പൊട്ടിച്ചു. അവിടുന്ന് ഒരു ചായ വാങ്ങി അങ്ങനെ പിന്നെ കുറച്ചെണ്ണം പോയേക്ക് പിന്നെ സീറ്റുകൾ ഫുള്ള് കാലിയാണ്. പന്തൽ ചില സ്ഥലമുണ്ട്. പിന്നെ എല്ലായിടത്തും കൂടിയും പോയി ഇരുന്ന് നിരങ്ങി അങ്ങനെ നടക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാലത്താണ് സ്ഥലമല്ല, അത് വേറെ കാര്യം. ട്രെയിനത്തെ ഫുഡൊക്കെ നന്നായതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. നമ്മളെ കൊണ്ട് ഫുഡ് വാങ്ങിച്ചാൽ നോക്കുക, പക്ഷെ നമ്മളറിയാമോ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഫുഡ് കയറ്റിക്കണമെന്ന് ഓൽക്കറിയില്ലല്ലോ പൊട്ടന്മാർ. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി പിന്നെ മെട്രോ കയറണമല്ലോ. മെട്രോ കയറിയിട്ടാണ്ട് ബാക്കി പർച്ചേസിങ്ങിന് പോകുമ്പോൾ 2 ഈസിലും കജ്ജിട്ട് നടക്കുക. അവനാൻ്റെ സാധനം പോയാൽ അറിയില്ല, അമ്മാതിരി തിരക്ക് കയറും. സാധനങ്ങളൊക്കെ വേഗം കിട്ടിയാണ്ട് നമ്മൾ പിന്നെ ബസ് കാത്തുകയാണ്. ബസ് എത്തിയപ്പോൾ നമ്മളൊരു കമ്പിളി പപ്പും കിട്ടി. കമ്പിളി പപ്പ് കിട്ടിയ പിന്നെ കടന്നുറങ്ങണമല്ലോ, തണുപ്പിൻ്റെ ഒരു വാണിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ബായ് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോഴാണ് ഇടക്ക്, അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ നിർത്തും ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനൊക്കെ. ഇത് വലിയൊരു സ്റ്റോപ്പാണ്. മണാലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ 1-2 സ്ഥലങ്ങളേ ഉള്ളൂ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും. അതേമാതിരി ഫ്രഷ് ആവാം. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, നല്ല തണുപ്പാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തണുപ്പ് മാത്രം. അങ്ങനെ നമ്മളെ റിസോർട്ടിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് റൂം പറഞ്ഞ സെറ്റപ്പാണ്. TV ഉണ്ട്, എല്ലാം ഉണ്ട്. കടന്നിങ്ങനെ TV കണ്ടിരിക്കുക. പക്ഷെ നല്ല തണുപ്പാണ്. ഏസിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെയൊക്കെ ചൂടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കെറ്റിലൊക്കെ വെച്ച് ചൂടാക്കാണ്. പിന്നെ നേരെ പോലത്തെ നമ്മൾ അങ്ങനെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങും. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി നമ്മളിങ്ങനെ കുറച്ച് നടന്ന് നമ്മളൊരു അമ്പലത്തേക്ക് എത്തി. കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എന്തിനാ നമ്മൾ പിന്നെ അതിൽ കൂടി പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കാണും. വെറുതെ ആൾക്കാർ പിടിച്ചാണ്ട് പൈസ കൊടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മൾ പോയി കണ്ട് ഇങ്ങനെ കറങ്ങി അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ട് അതൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ 2-3 ഫോട്ടോ ഒക്കെ എടുത്താണ്ട് അങ്ങനെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മൾ നേരെ അടുത്ത അമ്പലത്തിൽ പോയി കയറി. അവിടുന്ന് മൊട്ട സന്യാസിനെ കണ്ടാണ്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഉരുട്ടി കളിച്ചാണ് കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഉരുട്ടി കളിച്ചാണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ പിന്നെ ഒക്കെ ലേറ്റായി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയാൽ പിന്നെ ചൂടാക്കണമല്ലോ, അതാണല്ലോ റൂമിലെത്തിയാൽ മെയിൻ. അവിടുത്തെ കുറേ പ്രധാന ആക്ടിവിറ്റികളാണ് ഒന്നാണിത്. പക്ഷേ ഇതിലൊന്നും നമ്മൾ കയറണില്ല, ഇതൊക്കെ ചെറുത്. നമ്മൾ കയറാൻ പോണത് ഇതൊക്കും വലുത്. ലോറിയിൽ പാണ്ടിപ്പടിയിൽ അട്ടിക്കിട്ടുന്ന മാതിരി നമ്മളെ അട്ടിക്കിട്ടാണ്ട് നമ്മൾ പറക്കാൻ പോവാണ്. പറക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ പറക്കണം. അങ്ങോട്ട് ഭൂമിയിലല്ല ആകാശത്തല്ല, രണ്ടിരുന്ന കൂടി പേടിക്കണ മാറി കിട്ടും. പറന്ന ക്ഷീണം മറ്റേ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി അവിടുത്തെ മെനു നോക്കിയപ്പോൾ വലിയ ഒരു സാധനമുണ്ട്. അതിലൊക്കെ കൂടി പോകില്ലല്ലോ, നമ്മൾ ലേറ്റായിട്ട് കഴിച്ചാണ്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി. ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ നേരെ വള്ളത്തേക്ക് ഇറങ്ങി കുളിച്ചാൻ ഒരു റൈഡ്. രണ്ടും കണക്കാണ്. ഈ തലത്തുമ്പോൾക്ക് കുളിയായി റൈഡുമായി എല്ലാമായി. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നനഞ്ഞ കുറ്റികളെ പോലെ നിൽക്കാതെ നമ്മൾ പോയിട്ട് ചൂടാക്കി. റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും ആൾക്കാർ ചൂടാക്കണം. അപ്പോൾ നമ്മളായി പോയിട്ട് കഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞ് നമ്മൾ മഞ്ഞ് കളിച്ചായിരുന്നു. മലൻ്റെ അനുഭവം ഫുള്ള് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ചെന്നതൊക്കെ ഒപ്പം. എവിടെ ചെന്നാലും നമുക്ക് തുണക്ക് പട്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ആ പട്ടിനെ വെറുതെ കളിപ്പിച്ചാണ്ടല്ലോ. പട്ടിക്ക് ഇടയ്ക്കൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്താണ്ട് പട്ടിനെ നമ്മളൊപ്പം നിർത്തി. ഒരു ചായയും കുടിച്ചാണ്ട് റൂമിൽ പോകാൻ നോക്കുമ്പോൾ ഫുള്ള് ബ്ലോക്ക്. ഏതായാലും ബ്ലോക്കായി. അതാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. നാട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട് പറയാണ്ട് മറ്റവനാണ് യൂട്യൂബിൽ ഫുഡും കണ്ടാണ്ട് ബാക്കിയൊക്കെ അതൊന്നും നോക്കി വെള്ളമിറക്കിയിരിക്കുക. പുറത്താണെങ്കിൽ ഒടുക്കത്തെ സ്നോഫോളും നല്ല ബ്ലോക്കും. ഉള്ളിൽ നല്ല നാടൻ ഫുഡിൻ്റെ വീഡിയോ. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പോരാനായപ്പോൾ നേരെ ഇറ്റായിട്ട് വലിയ കാര്യമില്ലല്ലോ. റോഡ് ക്ലീനായി കിട്ടണ്ടേ. റോഡ് ഫുള്ള് വെള്ളവും മഞ്ഞായതുകൊണ്ട് മെല്ലെ പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ആൾക്കാർ നമ്മളെ വണ്ടിയും താങ്ങിയാണ്ട് നമ്മളങ്ങനെ പോകണം. നമ്മളെ ഡ്രൈവർ പോയാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് എത്തിയിട്ടോ. മലൻ്റെ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ വണ്ടികളോരോ കൊണ്ടുപോയി കിടക്കുന്നുണ്ട്. അത്രക്കും ഡേഞ്ചറാണ്. സ്നോഫോൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മലൻ്റെ മേലേക്ക് പോണ കാര്യം. നമ്മുടെ ഡ്രൈവർ എപ്പോഴും പോയാൽ വേണ്ടി മെല്ലെ നമ്മളങ്ങനെ മെല്ലെ പോയി താഴത്തേക്ക് എത്തിയതായാലും. അടുത്ത ദിവസം വേറെ മലൻ്റെ മേലേക്കാണ്, വാട്ടർഫാൾ കാണാനാണ് പോണത്. അപ്പോഴും സ്നോഫാളിന് കുറവൊന്നുമില്ല. സ്നോഫാൾ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നുകൊണ്ടിരുന്നുണ്ട്. സ്നോഫോളും നമ്മളൊക്കെ ഏകദേശം ഒപ്പായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സ്നോഫോളും കിട്ടി, മഞ്ഞും കിട്ടി, എല്ലാം കിട്ടി. നമുക്കൊരു പട്ടിയേയും കിട്ടി. മലൻ്റെ മേൽക്കൊന്നും നമുക്ക് വഴി കാണിച്ചു തരാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ പട്ടികളുണ്ടാവും നമുക്ക് വഴി കാണിച്ചു തരാം. അവരെയും കൊണ്ട് നമ്മളങ്ങനെ പോകും. തിരിച്ചു വരുമ്പോൾ അവർ നമ്മളൊപ്പം പോരും. അതുകൊണ്ട് പിന്നെ വഴി തെറ്റൂല. അവസാനം വെള്ളച്ചാട്ടത്തേക്ക് എത്തി. പാറിൻ്റെ മേലെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് വെള്ളം വരുന്നോ അതിൻ്റെ മേലെ നിന്നൊക്കെ. നമ്മളേതായാലേ വന്ന സ്ഥിതിക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകണമല്ലോ. എടുത്തേക്ക് എത്തിയപ്പോഴല്ല സംഭവം മനസ്സിലായത്. ചാടിന ഫുള്ള് വെള്ളമല്ല, ഐസും കട്ടയാണ്. നമുക്ക് എപ്പോഴല്ലേ മനസ്സിലായത്. അതിൻ്റെ അടുത്ത് 2 ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ മേത്ത് കയറുണ്ട്. അപ്പോഴാണ് ഇത് ഫുള്ള് ഐസും കട്ടയാണ്. മണലിൽ മഞ്ഞും വെള്ളവും തണുപ്പും മാത്രമൊന്നുമല്ല, ഐസും കട്ടയുണ്ട്. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്കിത് മീനിലിട്ടുണ്ടാവുന്നു. ഇവിടെ ആയിട്ട് ഇപ്പോൾ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വന്ന സ്ഥിതിക്ക് ഏതായാലും മഞ്ഞും വരാണ്ട് ഒരു മനസ്സുകുട്ടനെ ഉണ്ടാക്കുന്നുണ്ടാവും.
അത് എവിടം വരെ എത്തുന്നാവോ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒക്കെ ഉണ്ടാക്കി 2 ഫോട്ടോ ഒക്കെ എടുത്താണ്ട് നമ്മൾ ഏതായാലും ഐസ്ക്ക് വന്നാൽ പിന്നെ ഇതാണല്ലോ, ഏത് ഫ്രൂട്ടി കൊണ്ട് ഐസ് ഉണ്ടാക്കണമല്ലോ, അത് പതിവാണല്ലോ. അപ്പോൾ അതും ചെയ്തുകൊണ്ട് നമ്മൾ ആണ് പോന്നു. പോരാ നേരത്തെ ഞങ്ങൾ എടുത്താൽ അതിൻ്റെ തൊട്ട് ഷർട്ട് ഊരിയാണ്ട് എന്തൊക്കെയോ കാട്ടുണ്ട്. ഓന് പ്രാന്താണ്. അമ്മാരി തണുപ്പത്ത് ആ ഐസും കട്ട ചാടിനോടത്ത് കുപ്പായ ഊരി നിൽക്കാൻ ഓനും വേണം സമ്മതിച്ച. ഏതായാലും കുറേ കയറി, മേലെ കയറിയിട്ടൊന്നും തിന്നാൻ കിട്ടിയില്ല എന്നുള്ള പരാതിയിൽ നമ്മൾ താഴെ വന്നിട്ട് നല്ല ബ്രെഡ് ഓംലേറ്റ് അടിച്ചു. നല്ല സ്നോഫോളും ചൂട് ബ്രെഡ് ഓംലേറ്റും അങ്ങനെ അവൻ കഴിച്ച് നമ്മൾ സ്ട്രീറ്റിൽ കൂടി ഇറങ്ങി. സ്ട്രീറ്റിൽ കൂടി ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ അവിടെ ഓരോ പരിപാടികളുണ്ട്. ഓരോരുത്തർക്ക് വിറക്കുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ വയറൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. വലിയ സമയം കൊണ്ട് എല്ലാ സ്ഥലത്ത് കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇറങ്ങി. റൂം ഇതിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ കഴിക്കാനും പ്രശ്നമല്ല, പോകാനും പ്രശ്നമല്ല. അതുകൊണ്ട് പിന്നെ വേഗം കഴിക്കുക, വേഗം പോവുക. അങ്ങനെ നമ്മൾ മണാലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ നാട്ടിൽ